മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല്, ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ദീപപ്പെണ്ണിന്റെ 3ാമത്തെ മാസത്തെ തീറ്റ് എടുക്കാൻ പോവാ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്, നമ്മൾക്ക് തീറ്റ് എടുക്കാൻ പോവാം. അപ്പൊ ദീപപ്പെണ്ണിന്റെ അകത്ത് ചെക്കലേക്ക് വരുന്നുണ്ട്. വാതിലിന്റെ ബാക്കിലേക്ക് ഒളിച്ച് നിൽക്കണേ. അപ്പൊ ഞങ്ങൾ രണ്ടാളും തീറ്റ് എടുക്കാൻ പോകണം ഇടക്കല് നേഴ്സറിയാണ്, ഇടക്കല് ഹെൽത്ത് സെന്ററിലേക്ക്. അപ്പൊ നമുക്കിനി പോണ വഴി കാണല്ലേ. അപ്പൊ നമ്മളിതാ ഇനി ഇടക്കല് ഹെൽത്ത് സെന്ററിലേക്ക് പോകാട്ടോ. ആൾക്ക് തീറ്റി ഇനി പോകുമ്പോ വരുമ്പോ ഇനി എങ്ങനെയാന്നൊന്നും അറിയില്ല. ഇപ്പൊ ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിതാ ദീപണ്ണിന്റെ വീട്ടിന്റെ അവിടെ ഉള്ളത് കണ്ടോ, ഇതൊക്കെ സീനറൊക്കെ നമ്മളെ പോത്തമലയും നമ്മളെ അമ്പലയിൽ ടൗണെല്ലാം കാണാം. അപ്പം എന്തൊക്കെ നമുക്കിനി ഇടക്കല് ഹെൽത്ത് സെന്റർ നമുക്ക് പോകണല്ലോ, വഴിയും കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പം എന്നാൽ ഇനി നമ്മൾ ദീപണ്ണിന് ക്യാമറ കൊടുക്കണേ. ഓഫായി സ്ഥലം AKG കവലയിൽ എത്തിയിരിക്കുക. നല്ല മഴയും പെയ്തു. ഞങ്ങൾ രണ്ടാളും ഇതാ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരിക്കുക. ബൈക്ക് ഇതാ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. 12 മണിക്ക് എത്താൻ പറഞ്ഞു. ഇപ്പോൾ സമയം എത്രയായി? 12 മണിയായി. അപ്പോൾ എല്ലാവരും അൽക്വലിറ്റി ആയിരിക്കണം. പിന്നെ നമുക്കത് മഴ കുറഞ്ഞിട്ട് നമുക്ക് പോവാം. നമ്മളിവിടെ ഓടിപ്പടഞ്ഞ് വന്നിട്ട് ഒരു കാര്യമില്ല, ഡോക്ടർ എത്തിയിട്ടില്ല. ഇപ്പോൾ സമയം 12:15 12:20 ആയിട്ടുണ്ടാവും. നല്ല വെയിലാണ്. അവിടെ നിന്ന് വരുമ്പോൾ നല്ല മഴ, അങ്ങോട്ട് മഴ, ഇവിടെ വെയിൽ. അപ്പോൾ ദീപണ്ണത് അവിടെ നിൽക്കണ് ഫയലും കെട്ടിപ്പിടിച്ചിട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇന്ന് നല്ല ആളാണ്, കുട്ടികൾക്ക് പോളിയും കൊടുക്കണൊക്കെ ഇന്നാണ്. അപ്പോൾ നമുക്കിനി കുത്തി വന്നിട്ട് നമുക്ക് അമ്പൂത്തിമലേൻ്റെ ഒരു ചെറിയ ടോപ്പിലേക്ക് പോവാം. മച്ചാൻ ദീപപ്പെണ്ണിതാ ഇഞ്ചക്ഷൻ കുത്തി വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാന്നാണ് പറഞ്ഞത്. നല്ല വേദന കൊണ്ട് പൊളയുന്നുണ്ട് ആള്. ഇപ്പം നമ്മളിത് നിൽക്കണുണ്ടല്ലേ, നല്ല സെറ്റ് സ്ഥലം കേട്ടോ. നമ്മുടെ തൊട്ട് പുറകിൽ കാണാം അമ്പൂത്തിമല കേട്ടോ. അമ്പൂത്തിമലേൻ്റെ ഈ സൈഡ് വ്യൂവിൻ്റെ ഇതിലൂടെ നമുക്കിങ്ങനെ കയറി പോകാമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ഇത് പിന്നെ വേറൊരു വഴിയും കൂടിയുണ്ട്. നമ്മളെ അമ്പലത്തിൽ നിന്ന് മാങ്കൊമ്പ് വഴി തിരിഞ്ഞ് വരുമ്പോൾ ഒരു വഴിയുണ്ട്. അപ്പോൾ ദീപണ്ട് അതിൻ്റെ മണ്ടയിലോട്ട് കയറി പോവാണ്, നമുക്കും കയറി പോവുക. ഇതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന സ്ഥലം നമ്മുടെ അമ്പലവേൽ ടൗണ്. അവിടെ എല്ലാ വീഡിയോയിലും പറഞ്ഞ് വെറുപ്പിക്കണ്ട് അല്ലേ. കാണുന്നത് അമ്പൂത്തിന്ന് മറ്റേ അമ്പലവേൽ മലയാണ് ആ കാണുന്നത്, അമ്പലവേൽ ടൗണാണ് ആ കാണുന്നത്. അപ്പോൾ ദീപണ്ണിതാ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മൾ മൈക്കൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറയിൽ തന്നെയാണ് സംസാരിക്കുന്നതെല്ലാം. അപ്പോൾ നമുക്കൊന്ന് മേലത്തെ വ്യൂ എനിക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ.
when you pray. Cause every time you make in time, it's only to the end. So pray tonight. So you won't for every run that we have, surround and I know it. ഒരു സന്യാസി, നമ്മള് മല കയറുമ്പോൾ ഒരു സന്യാസിനെ കണ്ടു. അപ്പോൾ ദിവ്യസ്വാമിജി എന്നാണ് പേര്. കണ്ടോ? അപ്പോൾ നമ്മുടെ ബാക്കിൽ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? അമ്പൂത്തിമല നിങ്ങൾ വരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വരിക കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാറയിക്കോട്ടെ 2 ദിവസത്താ ഇങ്ങനെ വെള്ളം ഒഴുകൂട്ടെ. ഇത് ഉറവിയാണ് തോന്നുന്നത്. ഉറവിയാണെങ്കിൽ ആരും മൂത്രം ഒഴിച്ചതാണോന്ന് അറിയില്ല. ഉറവിന്നെ ആവട്ടോ, പാറയെന്നല്ലേ, നല്ല നീരുറവിയാണ്. നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ മണ്ടയിൽ തന്നെയാണ് വെള്ളം ഒലിച്ച് വരണത്. അമ്പകുത്തിൻ്റെ മണ്ടയിൽ തന്നെ. നല്ല മഴക്കാറാവുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ തന്നെ ഞാനും ദീപപ്പെണ്ണും. അപ്പം ഞാനും ദീപപ്പെണ്ണും ഇതാ നമ്മളെ 3ാമത്തെ ടീറ്റ് എടുത്ത് കഴിഞ്ഞു. നമ്മളിത് ഈ പാറപ്പുറത്ത് വന്നിരുന്നു, നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാം. അവളെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ട് ഒരു ചെറിയ വീഡിയോ കൂടെ എൻ്റെ ചെയ്യാം കേട്ടോ. നമ്മള് ദീപണ്ണിന്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതിലും നല്ല വീഡിയോ അടുത്ത ദിവസം വരാമെന്ന് പ്രതീക്ഷയോടെ.